ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദേവത് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ചൈന നാവികസേനയും ഫിലിപ്പീൻ നാവികസേനയും തമ്മിലുള്ള വാക്ക് തർക്കവും അഗ്രഷനും ഒക്കെ. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചൈന അവിടെ മാരക വസ്തുക്കളായിട്ടുള്ള വെട്ടുകത്തി, കോടാലി ഇതേപോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഫിലിപ്പീനെ നേരിടുന്നത്. ഇതിനെ നമ്മൾ ഇന്ത്യക്കാർ വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗാൽവാൻ 2.0 എന്നാണ്. കാരണം ഗാൽവാൻ വാലിയിൽ വെച്ച് 2020 ഇന്ത്യക്ക് നേരെയും ചൈന ഇതേ സെയിം സ്ട്രാറ്റജി ആയിരുന്നു യൂസ് ചെയ്തത്. അന്ന് ചൈന ഇന്ത്യക്ക് നേരെ ഇരുമ്പുവടി ഉപയോഗിച്ചാണ് നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇവിടെയും അതേപോലെ തന്നെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു ചൈന നാവികസേന ഫിലിപ്പീൻ നാവികസേനയ്ക്കെതിരെ നടത്തിയത്. കാരണം ഒരു നാവികസേന സോൾജിയറിൻ്റെ തള്ള വിരൽ അറുത്ത് മാറ്റിയെന്നാണ് ചില ആർട്ടുകളിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വയലൻസ് ആയിട്ടുള്ളൊരു ആക്രമണമായിരുന്നു അവിടെ നടന്നതെന്ന്. അപ്പോൾ എന്തിനായിരുന്നു ചൈന നാവികസേന ഫിലിപ്പീൻ നാവികസേനയ്ക്കെതിരെ ഇങ്ങനൊരു ആക്രമണം നടത്തിയത്? എന്തായിരുന്നു അവർ തമ്മിലുള്ള വാക്കുതർക്കത്തിൻ്റെ വിഷയം? എന്തുകൊണ്ടാണ് ചൈന അയൽ രാജ്യങ്ങളോട് ഇങ്ങനൊരു സമീപനം കാണിക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇത് നടക്കുന്നത് സെക്കൻഡ് തോമസ് ഷോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ദ ആർമി ഓഫ് ഫിലിപ്പീൻസും ജപ്പാൻ സെൽഫ് ഡിഫെൻസ് ആർമിയും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫയർ ആംസ്, ഫുഡ് പോലുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫിലിപ്പീൻസ് നാവികസേന സെക്കൻഡ് തോമസ് ഷോൾ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു ചൈനയിൽ നിന്നും ഇങ്ങനൊരു ആക്രമണം ഫിലിപ്പീൻ നാവികസേനയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇത് ചൈന മനഃപൂർവ്വം പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയ ആക്രമണമാണെന്നാണ് ഫിലിപ്പീൻസ് അവകാശപ്പെടുന്നത്. കാരണം ഗുഡ്സ് പോലുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് പുറപ്പെട്ടതായതുകൊണ്ട് ഫിലിപ്പീൻ നാവികസേനയുടെ കയ്യിൽ ആൾബലവും ആർമേഴ്സും കുറവായിരുന്നു. അതേസമയം ചൈനയുടെ ഭാഗത്ത് നിന്നും ഒന്നിനു പുറകെ ഒന്നായിട്ട് 8 നാവികസേന ബോട്ടുകളായിരുന്നു ഫിലിപ്പീന് നേരെ വന്നത്. ഇതോടെയാണ് ഫിലിപ്പീൻ നാവികസേന പിന്മാറിയത്. ഈ സെക്കൻഡ് തോമസ് ഷാൾ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് 9 ലൈൻ എന്ന് പറയുന്ന അതിർത്തി ലൈനിനുള്ളിലാണ്. ഈ ലൈൻ ശരിക്കും മുൻപ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് 11 ലൈൻ എന്നായിരുന്നു. ഇത് 1953 ചൈനീസ് ഗവൺമെൻറ് 9 ലൈൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ആ ലൈനിനുള്ളിൽ വരുന്ന സ്ഥലം ചൈനയുടെ ഭാഗമാണെന്നുമാണ് ഈ പ്രഖ്യാപനത്തിൽ അവർ പറയുന്നത്. പക്ഷേ ഈ ലൈൻ ചൈന മെയിൻലാൻഡിന് വളരെയധികം ഒരുപാട് ദൂരത്തു നിന്നും ഫിലിപ്പീൻസ്, മലേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുടെ തൊട്ട് അടുത്തുകൂടെയാണ് പോകുന്നത്. സൗത്ത് ചൈന സീയുടെ അവകാശവാദമാണ് ചൈന ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് ചൈനയുടെ സൗത്ത് ഭാഗത്തായിട്ട്, അതായത് ബ്രൂണി, ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്വാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുടെ ബോർഡറിനുള്ളിൽ വരുന്നതാണ് സൗത്ത് ചൈന സീ. ഈ സീയുടെ അവകാശവാദം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ് ഇത്രയും അധികം ടെൻഷൻ ചൈന എസ്കലേറ്റ് ചെയ്തത്. ചൈനയുടെ ഈ ടെറിട്ടറി ക്ലെയിംസ് എൻകൗണ്ടർ ചെയ്തുകൊണ്ട് US സ്വന്തം എക്കണോമിക് ഇൻട്രസ്റ്റിൽ US മിലിറ്ററിയുടെ പ്രസൻസും നേവി ആക്ടിവിറ്റീസും ഈ ഏരിയയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചൈന ഈ ടെറിട്ടറി ക്ലെയിംസും പറഞ്ഞ് അയൽ രാജ്യങ്ങളോട് ഇതേ സമീപനം നടത്തിയാൽ US നേരിട്ട് ഇറങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒപ്പോസിങ് കൺട്രീസിന് വേണ്ട വെപ്പൺസ്, ഫസ്റ്റ് എയ്ഡ്സ് ഒക്കെ US സപ്ലൈ ചെയ്യുമെന്നും കൂടെ പറഞ്ഞായിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ മിണ്ടാതിരുന്നില്ല. കഴിഞ്ഞ ദിവസം ജൂൺ 20 ട്വിറ്റർ പോസ്റ്റിലൂടെ നരേന്ദ്രമോദി US കോൺഗ്രസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് USൻ്റെ ഈ ഒരു തീരുമാനത്തിനോടൊപ്പം ഇന്ത്യയും ഉണ്ടാകുമെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അത് ചൈനയുടെ ഈ ഒരു ടെറിട്ടറി ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ളൊരു ബിഹേവിയറിന് ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയാണ്. അപ്പോൾ എന്തിനാണ് ചൈന ഈ ഒരു അതിർത്തിക്ക് വേണ്ടി ഇത്രയും അഗ്രസീവ് സ്ട്രാറ്റജീസ് എടുക്കുന്നത്? ഫിലിപ്പീന് നേരെയുള്ള ആക്രമണത്തിന് എന്തിനാണ് US ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? ഈ എല്ലാ ചോദ്യത്തിനും ഒറ്റ ഉത്തരമാണുള്ളത്: സൗത്ത് ചൈന സീ. നമുക്കറിയാം യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടാണ് സൗത്ത് ചൈന സീ എന്ന് പറയുന്നത്. ഈ സൗത്ത് ചൈന സീ എന്ന ഹൈലി വാല്യുബിളായിട്ടുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ ഓയിൽ, നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു റിസർവർ കൂടിയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് എനർജി ഇൻഫോർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം
ഏകദേശം 11 ബില്യൺ ബാരൽസ് ഓയിലും 1900 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ഓഫ് നാച്ചുറൽ ഗ്യാസുമാണ് ഈ റിസർവറിൽ ഉണ്ടെന്നാണ് ഇവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ 21% ഗ്ലോബൽ ട്രേഡാണ് ഈ സീ റൂട്ട് ത്രൂ നടക്കുന്നത്. അതായത് ഏകദേശം 3.37 ട്രില്യൺസ് ആണ് ഈ വാട്ടർ ത്രൂ പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഫിഷിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റീജിയൻ കൂടിയാണ്. മില്യൺസ് ഓഫ് പീപ്പിളാണ് ഈ ഒരു റീജിയണിൽ ഫിഷിങ്ങിലൂടെ ഏകദേശം ഒരു നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൈന ഈ ഒരു സ്ഥലത്ത് അവകാശം സ്ഥാപിച്ചാൽ US-ൻ്റെ എക്കണോമിയെ പിടിച്ചു കെട്ടാൻ ചൈനയ്ക്ക് ഈ ഒരു ട്രേഡ് റൂട്ട് തടസ്സപ്പെടുത്തുന്നതിലൂടെ ചൈനയ്ക്ക് സാധിക്കുന്നതാണ്. ചൈനയുടെ പല വിധത്തിലുള്ള നീക്കങ്ങൾ, അതായത് ടെറിട്ടറി ക്ലെയിംസുമായിട്ട് ബന്ധപ്പെട്ട് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഒരു സമീപനം പണ്ട് ഹിറ്റ്ലർ ജർമ്മനിയുടെ അയൽ രാജ്യങ്ങളുമായി ഉണ്ടായ സെയിം സ്ട്രാറ്റജി ആയിരുന്നു ഇവിടെ കാണുന്നത്. അന്ന് ഇത് വേൾഡ് വാർ 2 നയിച്ചെങ്കിൽ ഇവിടെ വേൾഡ് വാർ 3 പുറപ്പാടലാണ് ചൈന എന്നാണ് മറ്റ് രാജ്യങ്ങൾ ചൈനയെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.